ഈസ് ജസ്റ്റ് വെൽക്കം ബാക്ക് ടു എ കൊളാഷ് വീഡിയോ. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴായി നടന്ന പല പല സംഭവങ്ങൾ പല പല വീഡിയോ എല്ലാം ഒറ്റ വീഡിയോ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പണ്ട് പൈസ ഇല്ലാത്തപ്പോൾ ഏറ്റവും കൂടുതൽ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്ന സാധനമായിരുന്നു ഈ ഒരു മാഗി. അതേപോലെ തീരെ പൈസ ഇല്ലാത്തപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന സാധനമായിരുന്നു ഈ ഒരു മുറുക്കൻ ചായയും. പിന്നെ പണ്ടത്തെ എൻ്റെ ഫേവറേറ്റ് ചപ്പലാണിത്. ചപ്പലല്ല, ക്രോക്സ്. ഈ ഒരു ഡിസൈൻ ഇപ്പോൾ കിട്ടാനില്ല. പിന്നെ എൻ്റെ ഫേവറേറ്റ് നൻപൻ, ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന നൻപൻ. പിന്നെ ഇതിപ്പോൾ ഞാൻ ഒട്ടും മിസ് ചെയ്യാത്ത സ്ഥലം, ഞാൻ പഠിച്ച കോളേജ് ഇവിടെയായിരുന്നു ഞാൻ പഠിച്ചത്. പിന്നെ ഈ ഒരു മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വട്ടത്തിൽ നിന്ന് വർത്താനം പറയുന്നത്, ഇവിടുത്തെ ഈ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുമിച്ച് പോയി ഫുഡ് കഴിക്കുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ജിമ്മിൽ പോയി തുടങ്ങിയ സമയത്ത് പ്രോട്ടീൻ കഴിക്കണമല്ലോ. അപ്പോൾ പ്രോട്ടീന് വേണ്ടി ഏത്തക്കയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. അങ്ങനെ മാസാവസാനം ആകുമ്പോൾ വീണ്ടും പൈസ തരും. വീണ്ടും മാഗിയും ബിസ്ക്കറ്റും തന്നെ ശരണം. അങ്ങനെ മാഗിയും ബിസ്ക്കറ്റും കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത ദിവസം ജിമ്മിൽ പോകാൻ നേരം ശരീരത്ത് പ്രീ വർക്കൗട്ടായിട്ട് പപ്സാണ് കഴിക്കുന്നത്. അങ്ങനെ പ്രീ വർക്കൗട്ടായിട്ട് പപ്സ് കഴിച്ചിട്ട് നമ്മൾ നേരെ മഴ നനഞ്ഞ് ആലോചിക്കണം. മഴ നനഞ്ഞ് നമ്മൾ ജിമ്മിൽ പോകും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരം സൈക്കിളൊക്കെ ചവിട്ടി കുറച്ചൊന്ന് വേർത്ത് കഴിയുമ്പോൾ നമ്മൾ ജിമ്മിൽ നിന്ന് ഇറങ്ങി വീണ്ടും പപ്സ് തന്നെ കഴിക്കും. കൂടെ പ്രോട്ടീനായിട്ട് പാലുണ്ട്, പപ്സിൻ്റെ അകത്ത് മുട്ടയുണ്ട്. പിന്നെ നമ്മൾ പ്രോട്ടീനായിട്ട് ഒന്നും കഴിക്കേണ്ടത് തെറ്റാണെന്ന് മനസ്സിലാക്കി നമ്മൾ കപ്പലണ്ടിയും ഷേക്കും കഴിക്കാൻ തുടങ്ങും. അങ്ങനെ കപ്പലണ്ടി ഷേക്ക് അതൊക്കെ ഇടയ്ക്ക് വാങ്ങിച്ച് കഴിക്കും. ഇത് പല പല വീഡിയോസാണ്, അതുകൊണ്ട് പല പല ഡ്രസ്സായിരിക്കും എനിക്ക് ഓരോ വീഡിയോയിലും. പിന്നെ ഇതെൻ്റെ ഏറ്റവും ആറുയിർ നൻപൻ. പിന്നെയും പൈസ തീർന്നിട്ട് പൈസ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കുന്ന ഞാൻ. പിന്നെ ഒരിടയ്ക്ക് ഈ ഒരു വീഡിയോ ഇട്ടാൽ റീച്ച് ആവുമെന്ന് എൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി കുടിച്ച മുട്ടച്ചായ. ആകെ 300 പേരാണ് ഈ ഒരു വീഡിയോ കണ്ടത്, ഷോർട്സ് ആയിട്ട് ഇട്ടിട്ട്. ഓ എൻ്റെ പൊന്നോ, ഇത് കഴിച്ചത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ചുറ്റുമുള്ള ഒന്നും കാണാൻ വയ്യായിരുന്നു. ഇത് കുടിച്ചിട്ട് മുട്ടച്ചായ ആരും ട്രൈ ചെയ്യരുത്. ഒരാശ്വാസത്തിന് വേണ്ടി ഇഡ്ഡലി, സാമ്പാർ, വട. ഇത് എവിടുന്ന് കഴിച്ചാൽ ഓർക്കുന്നില്ല. പിന്നെ നമ്മൾ പ്രോട്ടീനിലോട്ട് കിടക്കുകയാണ്. പീനട്ട് ബട്ടർ. ഇപ്പോൾ ഞാൻ ജിമ്മിൽ പോകുന്നില്ല. ഒരു വട്ട വാങ്ങിച്ചായിരുന്നു, ഫുള്ള് കഴിച്ച്. പിന്നെ ഇത് ഏതോ കല്യാണത്തിന് പോയപ്പോൾ കഴിച്ച പൊറോട്ട, ചിക്കൻ ഫ്രൈ, ബീഫ്, ചിക്കൻ കറി. അപ്പോൾ ഇതുപോലത്തെ കൊളാഷ് വീഡിയോസ് ഇനി വേണമെങ്കിൽ ജസ്റ്റ് വീഡിയോയിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊളാഷ് 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 എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.